ഉമ്മ അവിടെ ഖിദ്മത്ത് വിഷയ ആ ഒരു മഹത്വത്തെ ഗൊന്തായ മഹാന്മാരുണ്ടല്ലേ ആ വിഷയത്തിന് വേണ്ടി നല്ലോണം അധ്വാനിച്ച് എന്തൊക്കെ യാറ് ചൊല്ലേ ഇണ്ട് ചൊമ്മത്തെ ഉമ്മ അവിടെ ദൂരാക്കടെ മയിലായ അല്ലേ ചില സന്ദർഭത്തിലാണ് ഉമ്മ അവിടെ ദൂരാക്കടെ അതിൽപ്പെട്ട ഒരു കാരണം മയിലായ എത്ര ഉമ്മമാരുണ്ട് നല്ല പിരിസേന്തവണു നാണില്ലാണ്ടവണു ജീവനയില്ല മയിലായ പിന്നെ നിന്റെ മുഖം നോക്കി നല്ല പിരിസയിന്റെ മോൾ ഉമ്മയുടെ നല്ല ചാക്കരി എടുത്ത മോൾ പക്ഷേ മങ്ങിലായൽ പിന്നെ ഉമ്മയുടെ മുഖം നോക്കി എത്ര ഉമ്മമാർക്ക് ബേജാറുണ്ട് ചിലപ്പോ വയസ്സിലെ പെണ്ണിങ്ങനെ കുട്ടിയുടെ വിഷയമൊക്കെ അല്ലേ എന്റെ കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനെ മോണ്ടിട്ടിക്ക് ചൊല്ലുനെ നീ നിന്റെ പെഞ്ഞായിടെ തലാഖ് ചൊല്ലണം നിന്റെ പെഞ്ഞായിടെ തലാഖ് ചൊല്ലണം ഉമർ ഖത്താബിനെ മോണ്ട് ചൊല്ലു പെഞ്ഞായിട്ടിക്ക് നക്ക് വലിയ പെഞ്ഞായിട്ടിക്ക് നക്ക് വലിയ നല്ല ബാന്ധവ്യത്തിലുള്ള നല്ല ഐക്യത്തിലുള്ള പക്ഷേ നിന്റെ ബാപ്പക്ക് നിന്റെ പെഞ്ഞായിട്ടിക്ക് ഇഷ്ടമില്ല ബാപ്പ ചൊല്ലു തലാഖ് ചൊല്ലു ഉമർ ഖത്താബിന്റെ മോള് കുല്ല മനുഷ്യന്റെ തലാഖ് ചൊല്ലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ അല്ലാഹുവിന്റെ റസൂലിനെ മുട്ടുകൊണ്ടു യാ റസൂലല്ലാഹ് നിന്റെ മോളിലെ ഇബ്നു ഉമർ ആ നിന്റെ മോന്റെ പിന്നീട് തലാഖ് ചൊല്ലുക നിന്റെ മോന് ഒപ്പിയോട്ടില്ല നബിയേ തലാഖ് ചൊല്ലുക അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോന്റെ വിളിച്ചു ചൊല്ലു മോനെ നീന് പെഞ്ഞായിരെ തലാഖ് ചൊല്ലു നിന്റെ ബാപ്പ അനുസരിക്കണം ബാപ്പയുടെ പലകത്തുക്ക് ബലവീക്കണം അതായത് പെഞ്ഞായിരെ തലാഖ് ചൊല്ലു അപ്പം മനസ്സില്ലാണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പലകത്ത് ധിക്കരിക്കണമില്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ പെഞ്ഞായിരെ തലാഖ് ചൊല്ലു പെഞ്ഞായിരെ നല്ല പിരിസമുണ്ട് ആ പിരിസൈകളോടുകൂടി ബാപ്പയുടെ പലകത്തുക്ക് ബലവെച്ച് ഇന്ന് വാഴ പോയിട്ട് മക്കളുണ്ട് കേട്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ട് ചൊന്നറു ബാപ്പ ചൊന്നത് കേട്ടിട്ടാറുണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഇഷ്ടപ്പെടാത്ത ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മോണ്ടിട്ടിಗೆ പെഞ്ഞായിരെ തലാഖ് ചൊല്ലണം കാരണമുണ്ട് ദീനിയായ ശർഈയായ കാരണമുണ്ട് ആ കാരണം കണ്ടിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോണ്ടിട്ടിಗೆ പെഞ്ഞായിരെ തലാഖ് ചൊല്ലപ്പ അത് മനസ്സിന് വലിയ ബേജാറായി പെഞ്ഞായിരെ അത്തരക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോണ് വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മോനെ നീ ബാപ്പയെ അനുസരിക്കണം പെഞ്ഞായിരെ തലാഖ് ചൊല്ലണം അങ്ങനെയാണ് ചൊന്നോട്ട് വന്നേ ബാപ്പക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും അതിന് പോയിട്ട് ആക്കോറുണ്ടല്ലോ ചൊന്നേ സ്വന്തം ബാപ്പക്ക് വേണ്ടി എന്തൊരു ത്യാഗം കൊടുക്കും തയ്യാറ നിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് നാളെ എന്തിനാ കൊടുക്കും തയ്യാറാണ് മഹാന്മാരായ വലിയ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ സ്വന്തം ഉമ്മക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കണു എത്ര വലിയ ത്യാഗത്തിന് പോലും തയ്യാറായിട്ടുണ്ട് ബഹുമാനപ്പെട്ട വലിയ മഹാന്മാർ മുഹമ്മദ് കൊണ്ടുള്ള മുൻകദർ ചൊല്ലി ഒരു ഹദീസിലെ പണ്ഡിതൻ അയാള് ഓർക്ക ഉമ്മ വിളിക്കുന്ന മുഹമ്മദ് എന്റെ ഉമ്മ കേട്ട ശബ്ദത്തിൽ ജോറായി പോയി ഉമ്മ വിളിക്കുമ്പോ ഓ എന്തേന്ന് കേക്കില്ലേ എന്തേന്ന് കേക്കട ശബ്ദത്തിൽ ജോറായി പോയിട്ട് അല്ലാഹു ഇത് പൊരുത്തമാവാലേ എന്റെ ഉമ്മ കേൾക്കുമ്പോ ഉമ്മ വിളിച്ച ശബ്ദത്തിന് ഉത്തരം കൊടുക്കുമ്പോ തന്റെ ശബ്ദത്തിൽ ജോറായത് അല്ലാഹു പൊരുത്തമാവാലേ പേടി പറഞ്ഞു തുടങ്ങി അല്ലാഹുരുടെ എന്റെ ഉമ്മാണ്ട് കേൾക്കുമ്പോ ഉമ്മയുടെ ശബ്ദത്തെ കാണത്തില്ലയാറായി പോയി രണ്ട് അടിമകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ തൗബ ചൊല്ലടോ
ഉമ്മ കടിച്ചേക്കല്ല, ഉമ്മക്ക് പറഞ്ഞേക്കല്ല, ഉമ്മക്ക് ചെലവ് കൊടുക്കാതിരിക്കല്ല, ഉമ്മയുടെ പടക്കത്തെ ധിക്കരിച്ചിട്ട് പെഞ്ഞായി കൂടെ പോയേക്കല്ല. മോനെ ഉമ്മ പിടിക്കുമ്പോ എന്റെ ഉമ്മ കേൾക്കുമ്പോ ശബ്ദമുറുത്തുള്ള ജോറയുടെ പേരില് അല്ലാഹുവിന്റെ തൗബ ചൊല്ലിയ മഹാന്മാരായിട്ടില്ലെങ്കിൽ കാണും നിങ്ങൾ എവിടെ എത്തിയ പാലക്കാരാ. സ്വന്തം ഉമ്മടെ ദൂരാകടെ, സ്വന്തം ബാപ്പടെ പറത്തിട്ട്, സ്വന്തം ബാപ്പടെ വിട്ടുപോണ്ടേ, സ്വന്തം ഉമ്മടെ ഒരു തെല്ല് പോലും പോലും ഏതെങ്കിലും ഒരു പെണ്ണ് കാരണം തീരാ മീത് ബന്ധ പെണ്ണ മക്കള് അഖിലായി ബന്ധ പെണ്ണ മക്കളുടെ മാപ്പിളകളുടെ ഉമ്മരുട്ടികളുടെ പിരിസമുണ്ടല്ലേ, ആ പിരിസത്തിന് മീത് നീ തടസ്സാവരാണ്ട് കണ്ടെങ്കില് അനുഭവിക്കാണ്ട് മരിക്കുന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ഈ ദുനിയാവിൽ അല്ലാഹു തീർക്കാണ്ട് ബാക്കി വെക്കാണ്ട് ഈ ദുനിയാവിലെ നിങ്ങൾക്ക് തന്റെ കരകരെ ഒരു ശിക്ഷയുടെ തിരകുന്നുണ്ട്. ഉമ്മടെ ബാടടെ കണ്ണട തന്നെയാ അല്ലാഹു മരിക്കണേക്കും മുന്നേ ദുനിയാവിലെ കടക തീർക്കടകരുടെ ഒരു കാര്യമാണ്. ഹബീബായ തായുടെ സ്വഹാബികളുടെ കേൾക്കേ, അതേ സ്വഹാബ അല്ലാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും വെറുപ്പുള്ള കനിക്കത്തെ ഒരു കാലത്തും അല്ലാഹു പെടാത്ത കനിക്കത്തെ ദോഷം എന്തിരകുന്നുണ്ട്. ആരാധന അല്ലാഹുവിന്റെ കൂറുകൂട്ടലാണ്. അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ ആരാധന അല്ലാഹു മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രിയ ദൈവങ്ങളുമുണ്ടോ ചുണ്ട വിശ്വാസമുണ്ടല്ലേ, ഏതെങ്കിലും ഒരു ദേവസ്ഥാനത്തിൽ പോയിട്ടുള്ള പൂജകളുണ്ടല്ലേ, ഇത്തരം സമുദായത്തിൽ അങ്ങനെ ആചാര വിചാരം വേറെയാണത്. അങ്ങനെ പൂജയാക്കാം, അങ്ങനെ ദൈവത്തെ മുന്നോട്ട് പോവാം, അങ്ങനെ ഏത് ബിംബങ്ങളെ സുജൂദ് ചെയ്യാം. പക്ഷേ മുസ്ലിമത് പാടില്ല, ഈമാനുള്ള മുസ്ലിമത് പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, അല്ലാഹു ഒരു കാലത്തും പൊരുത്തപ്പെടാത്ത ദോഷം എന്തിരകുന്നുണ്ട്. ആരാധന അല്ലാഹുവിന്റെ കൂറുകൂട്ടലാണ്. പിന്നെ അല്ലാഹു ഒരു കാലത്തും പൊരുത്തപ്പെടാത്ത രണ്ടാമത്തെ ദോഷം എന്തിരകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളുടെ ചൊല്ലുന്നു, ഉമ്മയുടെ ബാപ്പയുടെ മനസ്സുകൾ നൊമ്പലാകലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിലെ പിൻബർഗ് പത്തമ്പത്തുകൂ ഒന്നാമത്തെ പടിക്ക് കാല് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ആമീൻ. എല്ലാ സ്വഹാബികളും അത്ഭുതത്തോട് കൂടി നോക്കുടാരെ, എന്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ആമീൻ ചൊല്ലി. അല്ലാഹുവിന്റെ റസൂൽ ഇന്നേവരേക്കും ആ മിൻബർഗ് കാല് വെക്കുമ്പോൾ നബിതങ്ങളെ എന്തും പടക്കം പറഞ്ഞിട്ടില്ല. എന്റെ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ ചൊല്ലുടേ, അതേ രണ്ടാമത്തെ പടിക്കും നബിതങ്ങൾ കാലെടുത്ത് വെച്ച് ചൊല്ലുന്നു, ആമീൻ. ബദലെ മൂന്നാമത്തെ പടിക്കും നബിതങ്ങൾ പത്തമ്പത്തും ബദലെ ചൊല്ലുന്നു, ആമീൻ. അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ കഴിഞ്ഞിട്ട് നിസ്കാരം ദുആവും എല്ലാം കഴിഞ്ഞിട്ട് കീഴഞ്ഞ് പറമ്പത്തുകൂ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ കേൾക്കട്ടെ, നബിയേ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പുതിയ ഒരു കാര്യം കണ്ടെത്തല്ല നബിയേ, ഇണ്ടേ വരേക്കുമാക്കാത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇണ്ടേ വരേക്കും കാണാത്തത് പുതിയ ഒരു കാര്യം നമ്മുടെ മിൻബർഗ് 19 കണ്ടെത്തല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആമീൻ ചൊല്ലിയല്ല നബിയേ. രണ്ടാമത്തെ പടിയിൽ നിന്നിട്ട് ആമീൻ ചൊല്ലിയല്ല നബിയേ. മൂന്നാമത്തെ പടിയിൽ നിന്നിട്ട് ആമീൻ ചൊല്ലിയല്ല നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുന്നു, സ്വഹാബ മിൻബർഗ് 19 അല്ലാഹുവിന്റെ മലക്കായ ജിബ്രീൽ വന്നിട്ട് യാ റസൂലല്ലാഹ് നബിയേ, വയസ്സായ ഉമ്മ വരാണെന്നിട്ട് വയസ്സായ ബാപ്പ വരാണെന്നിട്ട് അല്ലാഹു ഒരു മനുഷ്യനുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് നബിയേ. അല്ലാഹു സ്വർഗ്ഗത്തിൽ പോണുക വേണ്ടി ഒരു മനുഷ്യനുക്ക് കൊടുക്കുന്ന ഒരു നിധിയാണ് നബിയേ. ആ ഒരു വയസ്സായ ഉമ്മ വയസ്സായ ബാപ്പ ഇന്നിട്ട് അതൊക്കെ ചാക്കരി എടുത്തിട്ട് സ്വർഗ്ഗത്തിൽ പോണുക ഒരാൾക്ക് സാധ്യമായില്ലെങ്കിൽ അവിടെ എത്ര വലിയ ഭാഗ്യമില്ലാത്ത നബിയേ. അല്ലാഹു കൊടുത്ത ഭാഗ്യത്തെ കൈ കടഞ്ഞുകൊണ്ടല്ലേ നബിയേ. അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ലാണ്ടാവട്ടെ നബിയേ. ഖുൽ
ആമീൻ ആമീൻ ചൊല്ലോറ് നബിയേ നങ്ങടിക ചൊല്ലുതു ഖുൽതു ആമീൻ ഞാൻ ആമീൻ ചൊല്ലുന്ന സ്വഹാബ അങ്ങനെ രണ്ടാമത്തെ പടിയിലും മൂന്നാമത്തെ പടിയിലും ദുആനെ സംബന്ധിച്ച് ചൊല്ലുടോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടേ ഉമ്മ ബാപ്പ വയസ്സായവടെ കാലത്തിലെ ഒരാളെ കിട്ടിരെ അങ്ങനെ ചാകരി എടുക്കണം കണ്ടുകൊണ്ടേ അത് അല്ലാഹു തന്റെ ഏറ്റവും വലിയ സമ്പത്താണ് മോനെ എത്ര ആള് മാറുന്നു ഹജ്ജിന് പോണുക കൊടുത്തു എത്ര വർഷം പാസ്സായി കിട്ടണക്ക് വേണ്ടി പാതിര ജാബക പോലും എന്റെ കാരണം ഒന്ന് അല്ലാഹുവിന്റെ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണോ അല്ലാഹുവിന്റെ കഅബയിൽ തവാഫ് ചെയ്യണോ അർഹമർ റഹീമീനായ അല്ലാഹുവേ ഈ സദസ്സുള്ള ഓരോ ആണും പെണ്ണും മക്കളും വലിയങ്ങൾക്കും നിന്റെ കഅബയിൽ വന്ന് തവാഫ് ചെയ്യുന്ന ഉള്ളേ സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ് എത്ര ആളുമാരാണ് ഹജ്ജിന് പോടുക പോയിക്കരേ എത്ര ആളുമാരാണ് ഉംറക്ക് പോടുക പോയിക്കരേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നീ തിരിച്ചത്തിൽ ഒരു നോട്ടം നോക്കുമെങ്കിൽ ഒരേ ഒരു നോട്ടം നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നല്ല പുഞ്ചിരിയോടെ നീ നോക്കുമെങ്കിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടോ ഒരു മുഖം നോക്കി ഉമ്മയുടെ ഒന്ന് തിരിച്ചത്തിലെ ഉമ്മാന്റെ പിടിച്ചു നോക്കുമ്പോ ഉമ്മയുടെ മനസ്സിൽ അവിടെ സന്തോഷമുണ്ടല്ലേ ആ സന്തോഷത്തോടെ തന്റെ പ്രതിഫലം മഖ്ബൂലായ ഹജ്ജിന്റെ പ്രതിഫലമാണ് ഇത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോൾ ഒരു സ്വഹാബി നിന്റെ കേൾക്കണ നബിയേ ഉമ്മയുടെ മുഖം നോക്കിയെങ്കിൽ ഹജ്ജ് ചെയ്യ പ്രതിഫലമല്ലേ 100 വട്ടം നോക്കുമേ നബിയേ ഉമ്മയുടെ മുഖത്തെ 100 വട്ടം നോക്കുമേ നബിയേ 100 ഹജ്ജ് ചെയ്യ പ്രതിഫലത്തെ അല്ലാഹു തആലാക്കിയപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടോ നൂറുള്ള സഹാബ വലൗ മിഅതി മർറ ഒരു ലക്ഷം നോക്കിയെങ്കിലും ഒരു നാളിൽ 1 ലക്ഷം നിന്റെ ഉമ്മയുടെ മുഖത്തെ തിരിഞ്ഞു നോക്കിയെങ്കിലേ ഒരു ലാഖ് ഹജ്ജ് ചെയ്ത പ്രതിഫലം നീ പറഞ്ഞു കാര്യം നോക്കിയെങ്കിൽ കൂലി കിട്ടണോ അല്ലാഹുവിന്റെ കഅബത്തെ നോക്കി വെച്ചെങ്കിൽ കൂലി ഉണ്ടോ പരിശുദ്ധ ഖുർആൻ കലാമടെ നോക്കി വെച്ചെങ്കിൽ കൂലി ഉണ്ടോ അതേ ഖുർആനെ ഓതുനാട്ടത്തിന്റെ ആളുമാർ പോലും മുസ്ഹഫിടെ തുറന്നിട്ട് ഓതിയെങ്കിൽ രണ്ട് പ്രതിഫലമുണ്ടോ ഒന്ന് ഖുർആനെ ഓതിക്ക് ഒന്ന് മുസ്ഹഫിടെ കാണ്ടേക്ക് ഖുർആൻ ഓതുക തിരിയാതെ വരാതെ ഔടുക വീത് ഓതുക തിരിടകനിക്ക് ഒരു കിടാവിനെങ്കിൽ ആ കിടാവിടെ ഓതുപാട് അത് കൊടുത്തെങ്കിൽ പ്രതിഫലമുണ്ടോ ഓതി തരുന്ന ഗുരുമക്കം ഇല്ലാണ്ട് വരാതെ ചുണ്ടുടെങ്കിൽ മോനെ നല്ല അച്ചടക്കത്തോട് കൂടി ഖുർആൻ തുറന്ന് നോക്കി വെക്കഴിഞ്ഞിട്ട് അതുക്കും അല്ലാഹുവിന്റെ പ്രതിഫലം നോക്കി വെച്ചെങ്കിലേ പ്രതിഫലം കിട്ടും പിന്നൊരു സന്നദ്ധയാണ് നിന്റെ പെന്തിട്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയുടെ മുഖമാണ് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഉമ്മമാരില്ലേ ഉമ്മയുടെ പിരിശവും സാമ്പത്തികവും സാധ്യമല്ല ഈ ദുനിയാവിൽ ആരെ പിരിശാക്കെങ്കിലും ഈ ദുനിയാവിൽ ആരെ സ്നേഹിച്ചെങ്കിലേ ഈ ദുനിയാവിൽ എന്തൊരു ലാഭമില്ലാണ്ട് ഒരാളെ പിരിശാക്കെങ്കിലേ മക്കളെ സ്നേഹിച്ചെങ്കിൽ ഉമ്മ പിരിസാക്കിയത് പോലെ പിന്നെ ആളുകൾ ഏത് ഒരാൾ പിരിസാക്കിയത് പോലെ ആക്കോ സാധ്യമാണ് ഏതൊരാളും ഉമ്മ പിരിസാക്കിയത് പോലെ സാധ്യമാ ഒരിക്കലും സാധ്യമല്ല ബാപ്പക്ക് മക്കളുടെ കരിക്കത്തെ കാരുണ്യ പോലെ സാധ്യമാ എന്തൊരു ബാപ്പ ഇണ്ട് മങ്ങിലാമ്പത്തുക പോലും ഞങ്ങളെ മക്കളുടെ ഉപകാരത്തിന് കിട്ടാണ്ടിക്കൊണ്ടുള്ള പിന്നെ ഒരു പാഠ ഒരു വിഷയത്തെ ചുമര നല്ല അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടാത്ത പേര് പിന്നെ ഒരു കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഉമ്മയുടെ തിരഞ്ഞെടുക്കാത്തത് മക്കൾക്ക് വേണ്ടി മക്കളുടെ പെറുകു വേണ്ടി നല്ല ഒരു ഉമ്മയുടെ തിരഞ്ഞെടുക്കണോ ഞങ്ങൾ തിരഞ്ഞെടുക്ക
അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു നിന്റെ മക്കളെ പിറകു പേരിട്ട് നീ തിരഞ്ഞെടുക്കുന്ന ഉമ്മ ഉണ്ടല്ലേ നല്ല പെണ്ണാവണം എങ്കിലേ എനിക്ക് ഉപകാരത്തെ കിട്ടൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി നല്ല ഉമ്മയുടെ തിരഞ്ഞെടുക്കും. ഇതിപ്പോ തിരഞ്ഞെടുത്തിട്ട് ആയിപ്പോയില്ലല്ലോ ഉസ്താദ്, ഇന്നെന്താ കൊടുക്കില്ല. അല്ലാഹുവിനോട് ദുആ അല്ലാഹു ഞങ്ങളുടെ പെണ്ണുങ്ങളെ അല്ലാഹു സ്വാലിഹത്തായ മക്കളിൽ പെടുത്തട്ടെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ ചൊന്നുകൊണ്ട് ബന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഉമ്മയുടെ പോലെ പിരിസാക്കുന്നത് ഒരാളും സാധ്യമല്ല. ഒരു ഉമ്മ മക്കളെ സ്നേഹിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് കുറേ ആൾമാരെ സ്വഹാബികൾ അറസ്റ്റ് ആക്കി. യുദ്ധം കഴിഞ്ഞിട്ട് കുറേ ആൾമാരെ അറസ്റ്റ് വഅദനാനി പോയി. ആ അറസ്റ്റ് ആക്കിയ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ആ പെണ്ണിനെ ജാഗ ഓടികൾ ആ പെണ്ണിനെ ഒന്നാമത്തെ ഓടികൾ ചോദിച്ചു. വിഷയത്തിൽ നോക്കുമ്പോൾ ആ പെണ്ണിനെ കിടാവ് കാണാൻ ആ പെണ്ണികളെ പിന്നെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളെ നോക്കിയവർ ആ ഉമ്മ കിടാവിടെ അരക്കി പിടിച്ചിട്ട് പിടിച്ചിട്ട് കിടാവിടെ ഇങ്ങനെ മുത്തിത്ത് കിടാവിടെ കണ്ണടം കാടരം കിടാവിടെ കെപ്പയുടെ മുഖത്തെല്ലാം മുത്തിത്ത് തലടെല്ലാം മുത്തിത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബ ഈ ഉമ്മ ഈ കിടാവിടെ മീതെ തീക്കിടുവാൻ ഈ ഉമ്മരട്ടി ആ കിടാവിടെ നിങ്ങൾ തീക്കിടുവോ ചൊല്ലുക. ഉമ്മ തീക്കിടുക. സുബ്ഹാനല്ലാഹ്. എന്തിനാ നബിയേ ആ കിടാവിടെ തീക്കിടരമ ആ കിടാവ് ഒരു നേരെ കാണാണ്ടാമത്തെ ഉമ്മയുടെ അവസ്ഥ കണ്ടില്ല നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഓണേ ആ ഉമ്മ കിടാവിടെ തീക്കിടാനല്ലേ അത്തരമൊരു പിരിസപ്പാടാ ഉമ്മക്ക് കിടാവരുട്ടിക ഉണ്ടല്ലേ എങ്കിലാ ഉമ്മക്ക് കിടാവരുട്ടിക എന്ത് പിരിസമാണോ ഉള്ളേ ആ കിടാവരുട്ടിക എന്ത് മഹബത്താണോ ഉമ്മകുള്ളേ അതിരക്കാണ് യാ റബ്ബി അല്ലാഹു നിങ്ങളുട്ടിക ഉണ്ടോ അതിരക്കാണ് യാ റബ്ബി അല്ലാഹു നിങ്ങളുട്ടിക ഉണ്ടോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നത് വഅബ്ദുല്ലാഹ് അല്ലാഹുവിനെ ആരാധിക്കണോ ബിൽ വാലിദൈനി ഇഹ്സാനാ അപ്പാ ഉമ്മയുടെ ചാകരി എടുക്കണോ. ഇതിനെ വിശദീകരിച്ച മഹാന്മാർ ചൊല്ലുടാറ് അല്ലാഹുവിനെ ആരാധിക്കണോ ചൊന്നെങ്കിൽ അല്ലാഹുവിനെ വേണ്ടി നിസ്കരിക്കണോണ്ടാണ്. അല്ലാഹുവിനെ ആരാധിക്കണോ ചൊന്നെങ്കിൽ ഇഖ്ലാസോട് കൂടി യാതൊരു ഭാവനയില്ലാണ്ട് പിന്നരാണ് കാണുക വേണ്ടി ആവാണ്ട് 5 വഖത്ത് നിസ്കാരമാണ്. ഉമ്മ അമ്മകും ഗുണം ചെയ്യണോ ചൊന്നതിൽ അടുത്ത യന്ത്രകൊണ്ടുണ്ട് ആ ഫർദ് നിസ്കാരത്തിനന്തര ഉമ്മ അമ്മക്ക് വേണ്ടി തുറക്കണോ. ഹബീബായ തങ്ങൾ ചൊല്ലുന്നു ഉമ്മ അമ്മയുടെ സാബൈന്റെ മുട്ടത്തേക്ക് കുതിര ഉമ്മയുടെ പുറത്ത് ഇല്ലാത്ത ഉടടിക കൂടെ കുതിര ബാപ്പയുടെ പുറത്ത് ഇല്ലാത്ത ഉടടിക കൂടെ കുതിര അതിന്റെ ചങ്ങായിമാർ ഏതെങ്കിലും ഒരാളുകൾ ഉമ്മയുടെ പുറത്ത് ഇല്ലാണ്ടെങ്കിൽ ഉടടിക കൂടി നടകൊടു കുതിര. ഹബീബായ തങ്ങൾ ചൊല്ലുന്നു ആകാശത്തിലും അല്ലാഹുവിന്റെ ശാപമുണ്ടോ ദുനിയാവിലും അല്ലാഹുവിന്റെ ശാപമുണ്ടോ. അങ്ങനത്തെ ശാപവുള്ള ഒരാളുടെ കൂടി നടകൊടു കുതിര. ഒരു മൃഗത്തിന് ശാപം വെച്ചെങ്കിൽ ആ മൃഗത്തെ പിന്നെ ഞങ്ങളെ മുട്ടാകും ഞങ്ങളെ പെണ്ണിങ് തൊട്ടേക്ക് പിടിച്ചേക്ക് ശാപം വയ്ക്കും ചത്തിട്ട് പോകണം കൈ വലിയ മനസ്സ് അറിഞ്ഞിട്ടുള്ള അർസമാകുമ്പോ ചൊന്നുപോകേണ്ടുള്ള കിടാവിടെ കൈപ്പൊലി എടുത്ത് പോയിട്ട് കിടാവ് ഇടയ്ക്കിടെ ഒരു ഉಗುರು പൊളിഞ്ഞെങ്കിൽ ഉമ്മക്ക് ശ്രദ്ധിക്കാൻ പിന്നെ അർസത്തിലത് ചൊന്നത് കൈ പോലിയോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ അവസരത്തിൽ യാത്ര ചെയ്യുമ്പോ ഒരു വണ്ടി മെല്ലെ നടക്കുക ഒരു വണ്ടി മെല്ലെ നടക്കുന്നത് എങ്ങനെ സ്പീഡ് ആവില്ല. ആ വണ്ടിയുടെ യജമാനനായ സ്വഹാബി ചൊല്ലു അല്ലാഹുമ്മ ലഅൻഹു പടച്ചോനെ അല്ലാഹുടെ വണ്ടി ഇത് നശിച്ചു പോണു ഈ വണ്ടി ഹലാക്കായി പോണു സ്വഹാബി ചൊല്ലു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നു ആരാണ് വണ്ടിക്ക് ശാപം വെച്ച് ആ വണ്ടി ആര് സാധിച്ച് ഏത് വണ്ടിയാണത് ശാപം വെച്ച്. അല്ലാഹുവിന്റെ റസൂൽ ഗൗജാക്കി സ്വഹാബികൾ ചൊല്ലാൻ നബി ഇയാളാണ് നബി വണ്ടിക്ക് ശാപം വെച്ച്. ഹബീബായ തങ്ങൾ കേൾക്കുന്നു ഏത് വണ്ടിയാണ് ശാപം വെച്ച് ഇന്ന വണ്ടിക്ക് നബിയെ
ആ വണ്ടിയുടെ നോക്കുമ്പോ വണ്ടിയുടെ മുതൽ ഒരേ വലിയ ദിന്നത്തെ സാമാണെല്ലാം വെച്ചിട്ടുണ്ട്. മറുഭൂമിയുടെ കപ്പലിട്ടാണ് വണ്ടിക്ക് പേര്. എത്ര എത്ര നല്ല ദിന്നത്തെ സാമാനെ പുറത്തോട്ട് എത്ര മൈൽ നടക്കുന്ന സാമർഥ്യമുള്ള ഒരു മൃഗമാണ്. ആ വണ്ടിൽ വലിയ പാഠമുണ്ട്. പരിശുദ്ധ ഖുർആനത് ചുണ്ടു അങ്ങനെ വിശദീകരിക്കില്ല. ആ വണ്ടിക്ക് ശാപ വെച്ചിട്ടാകും ബീബായ തങ്ങൾ ചൊല്ലു. ആ വണ്ടിക്ക് നിങ്ങൾ ശാപ വെച്ച് ആ വണ്ടിയുടെ മേലുള്ള എല്ലാ സാമാനത്തെ കീഴ്ബേക്കോ എല്ലാ സാമഗ്രിയും എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു വണ്ടിയുടെ ബല്ലിಗೆ ಚಿಬಿಡೋರು ಎಂದೇ ನಬಿಯೇ ಶಾಪವುಳ್ಳ വണ്ട ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുതീരാ. ಶಾಪ ഇന്ന കരയുടെ മൃഗം ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുതീരാ. ഞങ്ങളുടെ സഫറിൽ ഞങ്ങളുടെ യാത്രയിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവാൻ. ಶಾಪ ഒരു വ്യക്തിക്ക് വെച്ചെങ്കിൽ ആ വ്യക്തി മുട്ടയ്ക്കൊണ്ടുപോകുതീരാ. ಶಾಪ ഒരു വാഹനത്തിന് വെച്ചെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നുതീരാ. ಶಾಪ ഒരു മൃഗത്തിന് വെച്ചെങ്കിൽ ആ മൃഗത്തിന് ഞങ്ങൾ ഇക്കൊണ്ടുപോകുതീരാ. ബർക്കത്തില്ലാണ്ടായി പോകും. നാവിടെ ജാഗ്രത ಶಾಪವಿക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു ഉമ്മയുടെ ബാപ്പയുടെ പൊറുതയില്ലാത്തവർക്ക് ಶಾಪയിന്നവനോ അവനുക്ക് അല്ലാഹുവിന്റെ ആകാശത്തിലും ഭൂമിയിലും ശാപമുണ്ട്. അവന്റെ നിങ്ങൾ കൂടി നടക്കുന്നുതീരാ. ഉമ്മയുടെ പൊറുതയില്ലാത്തവർക്ക് നടക്കുന്നുതീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ മഹത്വം ചൊന്ന് പഠിപ്പാട്ടുമ്പോൾ ചിലപ്പോൾ ഉമ്മ മരിച്ചു പോയാൽ സഹാബിക വന്ന് നബി ഞാൻ ഇനി എന്തെങ്കിലും ആക്കണ ഉമ്മക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോനോ കഅബത്തെ തവാഫ് ചെയ്യുമ്പോൾ യമൻ ദേശത്തെ പച്ചക്കറിയുടെ ഒരു ബാലകാരമുണ്ടല്ലേ ഉമ്മയുടെ കുഞ്ചിൽ ദൈപ്പാട്ടി പുറത്തോട്ടുണ്ട്. തവാഫ് ചെയ്യുമ്പോൾ ഇണ്ട് തവാഫ് ചെയ്യുമ്പോൾ തവാഫ് തീരില്ലെങ്കിൽ മത്വാഫിലുണ്ട് വീൽ ചെയർ ഉണ്ട് വയസ്സായ ആൾമാരെ ദൈപ്പാട്ടി ഊഞ്ചോട്ട് തവാഫ്. എങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോന്റെ വയസ്സായ ഒരു ഉമ്മയുടെ മുതുല് ദൈപ്പാട്ടിക്ക് പുറത്തോട്ട് ഒരാൾ തവാഫ് ചെയ്യുന്നുണ്ട്. അയാൾ യമൻ ദേശത്തെ ഹജ്ജുകോ ഉംറത്തുകോ അതല്ലെങ്കിൽ തവാഫുകോ വേണ്ടി മക്കത്തേക്ക് വന്നരെ യമന്റെ പിടിച്ചിട്ട് കഅബത്തോട് അയാൾ ഉമ്മയുടെ പുറത്തോട്ടേ വന്നരെ ഒരു കിടാവിടെ തട്ടിയിട്ട് ഞങ്ങൾ എത്ര നേരം നടക്കണം. ഒരു കിടാവിടെ തട്ടിയിട്ട് ഒരു മംഗലത്തെ ഹാളിൽ പോയെങ്കിൽ ആ മംഗലത്ത് കൂടെ ഞങ്ങളുടെ സ്വന്തം രണ്ടു വർഷം മക്കളെ എത്ര നേരം തട്ടി നിൽക്കണം. എത്ര മട്ട കൈബദലാക്കണം, എത്ര മട്ട കീൽ വയ്ക്കണം, എത്ര മട്ട പടിയിൽ വയ്ക്കണം, എത്ര മട്ട ആരെങ്കിലും കിടാവിടെ കാത്തു നിൽക്കണം. എന്റെ ചമ്മനാണ് തട്ടി നിൽക്കണതാകില്ല. ഒരു രാജ്യത്തെ ഒരു ദേശത്തെ മക്കത്ത് ഉമ്മയുടെ പുറത്തോട്ട് വന്ന ഒരാള് അയാൾ ഉമ്മയുടെ പുറത്തോട്ട് തവാഫ് ചെയ്യുമ്പോൾ ഉമർ ഖത്താബിന്റെ മോന്റെ കണ്ടിട്ട് ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ എന്റെ ഉമ്മരനാണ് പുറത്തോട്ട് വന്ന കഅബത്തെ തവാഫ് ചെയ്യുമ്പോൾ നന്റെ ഉമ്മയുടെ കഅബത്തെ തവാഫ് ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് ನಾನು കുഞ്ചിനെ ദൈപ്പാട്ടുണ്ട് യമന്റെ വന്നരെ നന്റെ ഉമ്മരുടെ കടപ്പാട് നക്ക തീരുവാ. നന്റെ ഉമ്മരുടെ ബാധ്യത തീരുവാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ചൊല്ലു നിങ്ങളുടെ ഉമ്മരുടെ ബാധ്യത പോയിട്ട് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വയറ്റിൽ വെച്ചിട്ട് കർപ്പുഞ്ചായപ്പ ഇടക്കിടക്കൊന്ന് നൊമ്പല പറമ്പത്തുകൂ ആ ഭയത്തിൽ കലിങ്ങ പുറമ്പത്തുകൂ ഉമ്മ ആയോണ്ടിന്റെ കലിക്കത്തൊരു നൊമ്പല ഉണ്ടല്ലേ ആ ഒരു ഗലികായ കലിക്കത്തൊരു നൊമ്പലത്തെ 100 പോലും യമൻ ദേശത്തെ ഊടക പുറത്ത് വന്ന് തവാഫ് ചെയ്യിപ്പിച്ചത് സാധ്യമല്ല. ഉമ്മയുടെ ജീവനത്തിൽ ഏറ്റവും വലിയ ഒരു ആശയായി തവാഫ് ചെയ്യുന്നുണ്ട്. ഒരു ദേശത്തെ പുറത്തു വന്ന് തവാഫ് ചെയ്യുവാട്ടിയതുണ്ടല്ലേ ഉമ്മണിങ്ങനെ ഭയത്തിൽ വെച്ചിട്ട് ഒരു നൊമ്പല ഒരു സേക്കുമ്പത്തും ഉമ്മ പൊട്ടി ഒരു ശ്വാസമുണ്ടല്ലേ പകരമാവണ സാധ്യമല്ല. അത്രക്കും കടപ്പാടെങ്കിൽ ഉമ്മരുടെ നിങ്ങൾ കൊണ്ടുള്ള പടിപാട്ടി മതമാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ നാ ചൊന്നോട്ട് വന്നേ ഉമ്മയുടെ മഹാന്മാർ അങ്ങനെ ജീവനത്തിൽ ഉമ്മ മരിച്ചിൽ പിന്നെ പോലും അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നിട്ട് നബിയേ ഇന്ന ഉമ്മീ ഖദ് മാതത് തന്റെ ഉമ്മ മൗതായിരുന്നു നബിയേ തന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു നബിയേ തന്റെ ഉമ്മക്ക് വേണ്ടി ഇനി എന്തെങ്കിലും നാടാണ് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു സഹബ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണോ ഉമ്മക്ക് വേണ്ടി മാഫ്